2026 ജനുവരി 1 ലോക മാധ്യമങ്ങളുടെ ഏറ്റവും ശ്രദ്ധാകേന്ദ്രമായി മാറിയത് ന്യൂയോർക്ക് മേയറായി തിരഞ്ഞെടുക്കപ്പെട്ട ശ്രീ സൊഹ്റാൻ മംദാനിയുടെ സത്യപ്രതിജ്ഞയായിരുന്നു. ഇന്ത്യൻ വംശജനായ ഈ 31കാരൻ ഇന്ത്യയിലെ ഏറ്റവും പ്രസിദ്ധമായ സിനിമാ സംവിധായിക മീര നായരുടെയും ഗുജറാത്തിൽ ജനിച്ച് ഉഗാണ്ടയിൽ വളർന്ന മംദാനിയുടെയും മകനാണ്. അദ്ദേഹം അമേരിക്കയിലെ തന്നെ ഏറ്റവും ശക്തമായ ജനസംഖ്യ കൊണ്ടും സാമ്പത്തികമായും ശക്തമായ ന്യൂയോർക്ക് മേയറായി സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ ആ സത്യപ്രതിജ്ഞ ചെയ്ത അതേ സമയത്ത് തന്നെ അദ്ദേഹം തീഹാർ ജയിലിൽ അടയ്ക്കപ്പെട്ട ഉമർ ഖാലിദ് എന്ന വിദ്യാർത്ഥി നേതാവിന് എഴുതിയ കത്ത് ലോകമാധ്യമങ്ങൾ വലിയ പ്രാധാന്യത്തോടെയാണ് പ്രസിദ്ധീകരിച്ചത്. ഉമർ ഖാലിദ് 2020 ഡൽഹി കലാപവുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്യപ്പെട്ട ഏറ്റവും ചെറുപ്പക്കാരിൽ ശ്രദ്ധേയനായ ഒരു കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകനാണ്. ഉമർ ഖാലിദ് ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ അദ്ദേഹം PhD ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പൗരത്വ ബില്ലുമായി ബന്ധപ്പെട്ട് ഡൽഹിയിൽ ഉയർന്ന വലിയ സമരങ്ങൾക്ക് വിദ്യാർത്ഥികളുടെ ഇടയിൽ നിന്ന് വ്യക്തമായ നേതൃത്വം കൊടുത്ത വ്യക്തിയാണ്. അദ്ദേഹത്തെ രാജ്യദ്രോഹ കുറ്റം ചുമത്തി കഴിഞ്ഞ 5 വർഷക്കാലമായി തീഹാർ ജയിലിൽ അടയ്ക്കപ്പെടുമ്പോൾ അദ്ദേഹത്തിൻ്റെ വിചാരണ നടത്താതെ പരമാവധി വൈകിച്ച് അദ്ദേഹം കുറ്റവാളിയാണോ അല്ലയോ എന്ന് തീരുമാനിക്കാൻ എടുക്കുന്ന സമയം അത്രയും അദ്ദേഹത്തെ ജയിലറകളിൽ അടയ്ക്കപ്പെടുമ്പോൾ ആ വിഷയത്തിലും ഈ ഇന്ത്യൻ വംശജനായ ന്യൂയോർക്ക് മേയർ മംദാനി ഹൃദയസ്പർശിയായ ഒരു കത്ത് ഈ പറയുന്ന ഉമർ ഖാലിദിന് അയക്കുന്നു. അങ്ങനെ അമേരിക്കൻ രാഷ്ട്രീയത്തിൽ തന്നെ മംദാനി ഉയർത്തുന്ന വളരെ ആരോഗ്യകരമായ ചില മുദ്രാവാക്യങ്ങളുണ്ട്. ന്യൂയോർക്ക് നഗരം അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം സമ്പന്ന നഗരമാണെന്ന് അറിയപ്പെടുമ്പോഴും അവിടുത്തെ സാധാരണ ജനങ്ങൾ അനുഭവിക്കുന്ന പ്രതിസന്ധികളെ രൂക്ഷമാക്കുന്ന തരത്തിലാണ് ട്രംപിസം പല തീരുമാനങ്ങളും അവിടെ എടുത്തുകൊണ്ടിരുന്നത്. ന്യൂയോർക്ക് സിറ്റിയുടെ ഇതിനു മുമ്പുള്ള ഡെമോക്രാറ്റിക് മേയർ അദ്ദേഹം നടത്തിയ അഴിമതിയും മറ്റും ജനങ്ങൾക്കുണ്ടായ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ആ തെറ്റുകൾ തിരുത്തുവാൻ ഞാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് എറിക് ആദംസ് എന്ന ഡെമോക്രാറ്റിക് മേയർക്കെതിരായി അതേ പാർട്ടിയുടെ വക്താവായി ഈ ചെറുപ്പക്കാരൻ മത്സരിക്കുന്നത്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ ഒരു സോഷ്യലിസ്റ്റ് ഡെമോക്രാറ്റാണ്, ഞാൻ ജീവിതം കൊണ്ടൊരു കമ്മ്യൂണിസ്റ്റാണ്, പ്രായോഗിക ജീവിതത്തിൽ സോഷ്യലിസ്റ്റ് ഡെമോക്രാറ്റായി അമേരിക്കയിൽ ഇന്ന് നടക്കുന്ന അനീതികൾക്കെതിരെ സമരം ചെയ്യാൻ ന്യൂയോർക്ക് നഗരവാസികളെ സഹായിക്കലാണ് എൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ജനങ്ങൾക്ക് നൽകിയ ഉറപ്പുകൾ തീർച്ചയായും ലോകമാകെ ഇപ്പോൾ ചർച്ച ചെയ്യുന്നുണ്ട്. ഒന്ന്, അവിടെ ജനിച്ചു വീഴുന്ന കുഞ്ഞുങ്ങൾക്ക് കൃത്യമായി സമീകൃത ആഹാരവും മരുന്നും സൗജന്യമായി എത്തിക്കാൻ ഞാനുണ്ടാകും എന്ന് അദ്ദേഹം പറയുക. ആ നഗരത്തിൽ താമസിക്കുന്ന 10 ലക്ഷത്തോളം വരുന്ന വാടകക്കാർക്ക് വാടക കൊടുക്കാൻ ബുദ്ധിമുട്ടുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ വാടക ഒഴിവാക്കി കൊടുക്കുമെന്ന് അദ്ദേഹം പറയുന്നു. നഗരവാസികൾക്ക് ചിലവ് കുറഞ്ഞ തരത്തിൽ ഭക്ഷ്യവിഭവങ്ങൾ വാങ്ങുവാൻ കഴിയും വിധം അവിടെ പ്രൊവിഷണൽ സ്റ്റോറുകൾ തുടങ്ങി വെക്കുമെന്ന് അദ്ദേഹം പറയുന്നു. ഒരു വശത്ത് ട്രംപ് അമേരിക്കയിലെ സാധാരണക്കാരുടെ ജീവിതത്തെ വളരെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിൽ ചില തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഇവിടെ ന്യൂയോർക്കിൽ ഏകദേശം 85 ലക്ഷം ആളുകൾ താമസിക്കുന്ന ന്യൂയോർക്കിൽ അദ്ദേഹം മംദാനി പ്രഖ്യാപിക്കുന്ന ചില തീരുമാനങ്ങൾ നമ്മളെ സന്തോഷിപ്പിക്കുന്നതാണ്. അതിസമ്പന്നരായ ആളുകളുടെ നികുതി വർദ്ധിപ്പിക്കുമെന്നും അങ്ങനെ $500 കോടി കണ്ടെത്തുമെന്നും അദ്ദേഹം പറയുമ്പോൾ അതിസമ്പന്നരുടെ കയ്യിൽ നിന്ന് പരമാവധി പണം കൂടുതൽ കണ്ടെത്തി ആ പ്രദേശത്ത് നികുതി രംഗങ്ങളിൽ നടത്തുന്ന തട്ടിപ്പുകൾ തിരിച്ചറിഞ്ഞ് അങ്ങനെ കണ്ടെത്തുന്ന അധികമായി വരുന്ന $1000 കോടി ന്യൂയോർക്കിലെ സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന വിവിധ വിഭാഗം ജനങ്ങൾക്ക് നൽകുമെന്ന് അദ്ദേഹം പറയുമ്പോൾ ഒരു വശത്ത് അമേരിക്ക പ്രഖ്യാപിച്ചിട്ടുള്ള അനാരോഗ്യകരമായ സാമ്പത്തിക നയങ്ങളെ തിരുത്തുന്ന
ഒരു ഇന്ത്യക്കാരുടെ സാന്നിധ്യം ന്യൂയോർക്ക് തിരിച്ചറിയുന്നു. ഒരു വശത്ത് അദ്ദേഹം മതന്യൂനപക്ഷങ്ങൾക്ക് സംരക്ഷണം നൽകും എന്ന് പറയുന്ന, ജന്മം കൊണ്ട് ഒരു വിശ്വാസി എന്ന തരത്തിൽ ഇസ്ലാമിക വിശ്വാസത്തിന്റെ ഭാഗമായി ഖുർആനെ സാക്ഷി നിർത്തിക്കൊണ്ടാണ് ഈ സോഷ്യലിസ്റ്റ് ഡെമോക്രാറ്റ്, ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ് എങ്കിലും ഒരു പ്രത്യേക സാഹചര്യത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം നടത്തിയ ഇടപെടലുകൾ ഒരു വശത്ത് ലോകമാധ്യമങ്ങളുടെ വലിയ കയ്യടി വാങ്ങുമ്പോൾ, അതേ മംദാനി ഇന്ത്യയിൽ, ജനാധിപത്യ ഇന്ത്യയിൽ വിചാരണ കൂടാതെ അടയ്ക്കപ്പെട്ട ഒരു മിടുമിടുക്കനായ ഒരു വിദ്യാർത്ഥി നേതാവിൻ്റെ ജയിൽ മോചനത്തിൻ്റെ കാര്യത്തിലും അദ്ദേഹം ശ്രദ്ധിക്കുന്നു എന്നത് തീർച്ചയായും ഒരു ഇന്ത്യൻ പൗരൻ എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒരു മുൻ ഇന്ത്യൻ രക്ഷകർത്താക്കൾക്ക് ജനിച്ച വ്യക്തി സാർവദേശീയമായി തന്നെ ആളുകളുടെ ശ്രദ്ധ നേടും വിധം ന്യൂയോർക്ക് മേയറായി മാറുന്നതും, അദ്ദേഹം അവിടെ നടത്താൻ പോകുന്ന വലിയ പരീക്ഷണങ്ങൾ ലോകത്തിലെ സാധാരണ ജനങ്ങൾക്ക് ആശ്വാസം പകരുന്നതും ട്രംപിസത്തിനെതിരെയുള്ള ഒരു വലിയ രാഷ്ട്രീയ വെല്ലുവിളിയായി തീരും എന്നുമാണ് നമുക്ക് ഈ അവസരത്തിൽ പ്രത്യാശിക്കാൻ കഴിയുന്നത്.